നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല സന്ധ്യാസമയത്തിന് കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അല്പസമയം കർത്താവെ പഠിച്ച വചനങ്ങൾ പറയുവാൻ, പാടുവാൻ, സ്തുതിപ്പാനൊക്കെയും കർത്താവ് കൃപ നൽകിയോ. കൂട്ടിവരുത്തിയ ഓരോ ജനത്തിനുമായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നിന്നോട് സദൃശ്യന്മാരായി തീരുവാൻ തക്കവണ്ണം, ക്രിസ്തു എന്ന തലയോളം കർത്താവ് സകലത്തിലും വളർന്നു വരുവാൻ തക്കവണ്ണം നീ ഞങ്ങളോട് കാണിച്ച് കൃപ കാണിച്ച് ഞങ്ങളുടെ ബലഹീനതകൾക്ക് മീതെ കർത്താവ് നിൻ്റെ കൃപ കൊണ്ട് കവിഞ്ഞ് കൃപ പകർന്ന് കർത്താവ് ഞങ്ങളെ പണിതുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സ്വന്തമെന്ന് പറയുവാൻ ഞങ്ങൾക്ക് കുറേ ബലഹീനതകൾ മാത്രമേ ഉള്ളൂ. സ്വന്തമെന്ന് പറയാൻ കുറേ പാപ സ്വഭാവങ്ങൾ മാത്രമേ ഉള്ളൂ കർത്താവ്. എങ്കിലും നിൻ്റെ കൃപാതിമേൽ കവിയുന്നല്ലോ. ചുറ്റുപാടുന്ന സമ്മർദ്ദങ്ങളുമേൽ നിൻ്റെ മഹാശക്തിയാൽ കർത്താവ് നിൻ്റെ നീതി നിമിത്തം വെടിവെച്ച് ദിനം പ്രതി ഞങ്ങളെ മഹാശക്തിയാൽ കാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ ശബ്ദം കടന്നു ചെല്ലുന്ന ഓരോ ജനത്തെയും, യൂട്യൂബിൽ കേൾക്കുന്ന ഓരോ ജനത്തെയും കർത്താവ് നിൻ്റെ നാമത്തിൽ വിശുദ്ധീകരിക്കുകയാണ്. തിരുനാമം മഹത്വപ്പെടുത്തുമൊക്കെ വേണം കർത്താവെ. നിൻ്റെ പുനരുദ്ധാന ശക്തി തന്നെ അവർ വെളിപ്പെടുത്തി നിൻ്റെ വചനത്തെ ഉറപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠമായ നാമം മഹിമപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ചില നാളുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നൊരു വിഷയമായിരുന്നു എഫെസ്യ ലേഖനത്തെയും കൊളോസ്യ ലേഖനത്തെയും ആസ്പദമാക്കി ക്രിസ്തുവും അവൻ്റെ ശരീരമാകുന്ന സഭയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ക്രിസ്തുവും സഭ എന്ന വിഷയത്തിൽ വന്നപ്പോഴാണ് നമ്മൾ ടാബർനാക്കിളിനെ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ മോശയുടെ സമാഗമന കൂടാരം എന്ന് നമ്മൾ സാധാരണ പറയുന്ന വിഷയമായിട്ട് നമ്മൾ പഠിക്കാൻ കാരണമായി തീർന്നത്. അത് നമ്മൾ സഭ, അല്ലെങ്കിൽ ഇന്നത്തെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, അതിനൊരു നിഴലായിരുന്നു ടാബർനാക്കിൾ എന്ന് നമ്മൾ കഴിഞ്ഞ ഓരോ വിഷയങ്ങളിലൂടെ പഠിച്ചു. സ്തോത്രം. അങ്ങനത്തെ ചില പ്രസംഗങ്ങളുണ്ട്. ടാബർനാക്കിൾ ഒരിക്കലും സഭയുടെ നിഴലല്ല. ടാബർനാക്കിൾ എന്താണ്? സ്തോത്രം. നമ്മൾ വേറൊരു വിത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, ഈ താഴെ കാണുന്ന ചിത്രം കാണുന്നുണ്ടല്ലോ, ദൈവം വസിക്കുന്ന മന്ദിരമായിട്ട് പണിയുവാൻ. പുതിയ നിയമത്തിൽ എന്താ? ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവുന്ന നിങ്ങളുടെ ശരീരം. ഒരൊറ്റ വാക്യം മാത്രം മതി. സ്തോത്രം. അപ്പോൾ ദൈവ തേജസ് ഇറങ്ങത്തക്ക വേണം. സ്തോത്രം. അവിടെ നമ്മൾ ആ ടാബർനാക്കിൾ സ്റ്റഡിയിലേക്ക് മുഴുവനായിട്ട് പോകുന്നില്ല. ആ സഭയുടെ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അല്പമായിട്ട് ചിന്തിക്കുന്നത്. സ്തോത്രം. മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ പർവ്വതത്തിൽ നിനക്ക് കാണിച്ചെന്ന മാതൃക പ്രകാരം തന്നെ അതിന് പണിയാൻ സൂക്ഷിക്കണം. എബ്രായലേഖനത്തിൽ വാണിംഗ് കൊടുത്താണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ പുതിയ നിയമത്തിൽ പലയിടത്തും റെഫർ ചെയ്തിട്ടുള്ള കാര്യമാണ്. സ്തോത്രം. സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൽ റെഫർ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ദൈവ തേജസ് ഇറങ്ങി വരത്തക്കവണ്ണം ദൈവം കൊടുത്ത മാതൃക പ്രകാരം തന്നെ അതിനെ പണിതാൽ ദൈവ തേജസ് വസിക്കും. അല്ലെങ്കിൽ ദൈവ തേജസ് വസിക്കുകയില്ല. നമുക്ക് പഴയ നിയമത്തിൽ ഓരോ പുസ്തകങ്ങളിലുള്ള ആരാധനയിലും ദൈവത്തിന് പ്രസാദകരമായ യാഗവും പ്രസാദമല്ലാത്ത യാഗം, കായീനും ഹാബേലും തുടങ്ങിയുള്ള യാഗങ്ങൾ തുടങ്ങി നമുക്കറിയാം. ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. ദൈവം നിനക്ക് എന്നോട് കൃപ തോന്നണമേ. ആബേലിൻ്റെ യാഗം പെർഫെക്റ്റ് ആയിരുന്നത് കൊണ്ടാണ് വരുവാനുള്ള മശിയായിൽ കൂടെ ഒരു പാപമോചനം ലഭിക്കും എന്നതിനെ അനുസ്മരിക്കുന്നതായിരുന്നു സ്തോത്രം. തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആടിനെടുത്തുകൊണ്ട് അതിനെ അറുത്ത് അതിൻ്റെ മേധസ് എടുത്തുകൊണ്ട് യാഗം കഴിക്കുന്നത്. ദൈവം മേധസ്സും തിന്നുന്നില്ല, കായിൻ്റെ പച്ചക്കറികളോ പഴവർഗ്ഗങ്ങളും തിന്നുന്നില്ല. സ്തോത്രം. പുത്രനെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. അതുകൊണ്ട് ഹാബേലിലും അവൻ്റെ യാഗത്തിന് ദൈവം പ്രസാദിച്ചു, കായീനിലോ പ്രസാദിച്ചില്ല. ഇത് ദൈവം തള്ളിക്കളയലായിരുന്നു, അവന് അവസരം കൊടുക്കായിരുന്നു. സ്തോത്രം. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നിന്നിൽ പ്രസാദിക്കില്ലയോ? നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്റെ വാതിക്കൽ കിടക്കുക, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ കീഴ്പ്പെടുത്തണം. അപ്പോൾ വീണുപോയ ആദാമിന് സന്തതിയായിരിക്കുന്ന കായീന് പാപത്തിനോട് ചെറുത്ത് നിൽക്കാനുള്ള, കീഴ്പ്പെടുത്തുവാനുള്ള ശക്തിയുണ്ട്, നാച്ചുറൽ എബിലിറ്റി ഉണ്ട്. അങ്ങനെയെങ്കിൽ ക്രിസ്തു വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമായി നമുക്ക് എത്ര അധികം ഉണ്ടാകണം. അറ്റോൺമെൻറ്റ് കഴിഞ്ഞിട്ടില്ല, അറ്റോൺമെൻറ്റിന് നിഴൽ നടക്കുന്നതേ ഉള്ളൂ. മനസാക്ഷി യുഗത്തിലുള്ളവരാണ് പറയുന്നത്. ന്യായപ്രമാണം കൊടുത്തിട്ടില്ല. കായിൻ ഫസ്റ്റ് ഇൻസെൻസ് ആണ്, പക്ഷേ അവന് മാനസാന്തരം പറ്റിയില്ല. അതുകൊണ്ട് അതേ പാപം അവൻ്റെ ഉള്ളിൽ കിടക്കാണ്.
ഹല്ലേലൂയ. എന്തോ അതിൻ്റെ റിപ്രൊക്കേഷൻ എന്തുണ്ടായി? അനുജനെ കൊന്നു. അതിൻ്റെ കോൺസിക്വൻസ് എന്തുണ്ടായി? അവർ ദേശം വിട്ടു പോകേണ്ടി വന്നു. ഇതെല്ലാം നമുക്ക് പാഠങ്ങളാണ്. ഇതെല്ലാം പാഠങ്ങളാണ്. സ്തോത്രം. അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ളൊരു യാഗം, അതായത് ക്രിസ്തുവിനെ അനുസ്മരിക്കുന്ന ആ വഴിപാടിൽ കൂടെ ഒരു പാപമോചനം ലഭിക്കും എന്ന് അനുസ്മരിക്കുന്ന ഒരു യാഗമായിരുന്നു ഹാബേൽ കഴിച്ചത്. ദൈവം അതിൽ പ്രസാദിച്ചു. നമ്മൾ ഇത്രയും പ്രസംഗങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. നമ്മുടെ ഫോക്കസ് ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിലേക്ക്. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസം ആ കൃപാസനത്തിനെ കുറിച്ചുകൊണ്ടും നിയമപ്പെട്ടത്തെ കുറിച്ചുകൊണ്ടും ഒരു പഠനം നടത്തിയിരുന്നു. ജസ്റ്റ് ഒന്ന് റിമൈൻഡ്. അതായത് ദൈവത്തിൻ്റെ രാജ്യത്തിൽ വസിക്കണമെങ്കിൽ ഒരു നിയമമുണ്ട്. ഓരോരുത്തരും തോന്നുന്നത് പോലെ വളച്ചൊടിച്ച് ഇഷ്ടം പോലെ അതിനെ മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു പരിധി വരെ ദൈവം ക്ഷമിക്കും. പിന്നെ ഹൃദയം അതിൽ പച്ച പിടിച്ചിരിക്കുന്നെങ്കിൽ ദൈവം മോഷ്ക്ക് വിശ്വസിക്കുമാറും വ്യാജത്തിൻ്റെ വ്യാപാരശത്തെ അയച്ചുകൊണ്ട് അതിലേക്ക് തള്ളിക്കളയും. എവിടെ ചെന്നപ്പെടും? ന്യായവിധി ചെന്നപ്പെടുവോളം ദൈവം തന്നെ ചെയ്ത് കളയും. അപ്പോൾ അതിനെ കവർ ചെയ്യുന്നതാണ് ക്രിസ്തുവിൻ്റെ യാഗം. അതാണ് കൃപാസന റെപ്രസെന്റ് ചെയ്യുന്നത്. അതേ അളവിൽ ഇപ്പം ദൈവം പാപം ക്ഷമിക്കുകയല്ല ചെയ്യുന്നത്, പാപത്തെ ക്രിസ്തുവിൽ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മറയപ്പെടുന്ന ഒരു വ്യക്തിയെ ദൈവിക ഭരണകൂടം കാണുന്നത് പാപം ക്ഷമിച്ച് കിട്ടിയവരല്ല. യേശു ക്രിസ്തു ഒരു കാലത്തും പാപം ചെയ്യാതിരുന്നത് പോലെ ഒരു കാലത്തും പാപം ചെയ്യാത്തവരായിട്ടാണ് കണക്കിടുന്നത്. രക്ഷയുടെ മാർഗത്തിൽ വന്ന് ക്രിസ്തുവിൽ വസിച്ചാൽ ഇത് അങ്ങനെ തന്നെയാണ്. ഇതിനൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. സ്തോത്രം. പക്ഷേ എങ്കിൽ നമ്മുടെ പ്രാണൻ മുഴുവനുമായിട്ട് ക്രൂശിക്കപ്പെടാത്തോളം, അതിനാണ് നമ്മൾ റോമലേഖനം 12 നമ്മൾ പഠിച്ചത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കും. നമ്മുടെ പ്രാണനിൽ കിടക്കുന്ന മോഹങ്ങൾ, ഇച്ഛകൾ ക്രൂശിക്കപ്പെടുവോളം നമുക്ക് പരീക്ഷകളും പരിശോധനകളുണ്ട്. അത് ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പരീക്ഷയൊന്നുമില്ല. അവിടെ നമ്മൾ ജയിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം. മോശ അതുപോലെ ചെയ്തു. ദൈവ തേജസ് ഇറങ്ങി വന്നപ്പോൾ പിന്നെ അവിടെ എഴുതിയിരിക്കുന്നത് മോശയ്ക്ക് അവിടെ നിൽക്കാൻ സാധിച്ചില്ല. അതായത് നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ആലയപ്പണി, നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസി അല്ലെങ്കിൽ ക്രിസ്തുവിന് വസിക്കാൻ തക്കവണ്ണം നമ്മൾ പണിയാൻ ഏൽപ്പിച്ചു കൊടുത്ത് പരിശുദ്ധാത്മാവ് നമ്മളും കൂടെ ചേർന്ന് പണിത ദൈവ തേജസ് വന്നാൽ പിന്നെ കൂടാരം പണിത മോശയ്ക്ക് അവിടെ സ്ഥാനമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സെൽഫിന് അവിടെ സ്ഥാനമില്ല. പിൽക്കാലത്ത് ശലോമോൻ ആലയം പണിതപ്പോൾ ദൈവ തേജസ് ഇറങ്ങി വന്നപ്പോൾ തേജസ്സിന്റെ പ്രഭ നിമിത്തം പുരോഹിതന്മാർക്ക് അവിടെ നിൽക്കാൻ സാധിച്ചില്ല. ഇവിടെ സമാഗമന കൂടാരം പണിതത് മോശയായിരുന്നു. ഒരു കുഴവും കൂടാതെ പെർഫെക്റ്റ് ആയിട്ട് പണിത് ദൈവം അതിൽ പ്രസാദിച്ചു. ദൈവ തേജസ് ഇറങ്ങി വന്നു. ദൈവ തേജസ് ഇറങ്ങിയാൽ പിന്നെ ഞാനാണ് പണിതത്, പിന്നെ സഭയാണ്, TPM CPM IPM ഒന്നുമില്ല. പിന്നെ അതിൻ്റെ ഉടമസ്ഥ അതാണ് നമ്മളെ വിലക്കി വാങ്ങിയിരിക്കുക, നാം താന്താങ്ങുള്ളവർക്കല്ല. എന്നാൽ നമ്മെ സ്നേഹിക്കുന്ന പിതാവ് നമുക്കും നമ്മുടെ തലമുറകൾക്ക് എന്ത് വേണോ ഭൗമികമായിട്ട്, സ്തോത്രം, നമുക്ക് എന്ത് വേണോ, ആത്മീയമായിട്ട് വളർച്ചയ്ക്ക് എന്ത് വേണോ. 2 പീറ്റർ ഞാൻ മിക്കവാറും എപ്പോഴും പറയാറുള്ളത് 1 ചാപ്റ്റർ വേഴ്സ് 3, ജീവനും ഭക്തിക്കും ആധാരമായതൊക്കെയും ക്രിസ്തുവിൻ്റെ ഉള്ള പരിജ്ഞാനത്തിൽ നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. വിശ്വാസത്താൽ പ്രാപിക്കേണ്ട വിഷയമാണ്. ഹല്ലേലൂയ. ഇതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ടാബർനാക്കിളിന്റെ സീരിയസ്നെസ്സും ദൈവത്തേജസ് അവിടെ ഇറങ്ങി വന്നപ്പോൾ പിന്നെ അവിടെ മോശയ്ക്ക് സ്ഥാനമില്ലെന്നൊക്കെ പറഞ്ഞു വരുന്നത്, ക്രിസ്തുവിന്റെ ശരീരത്തിൽ അവയവമായി കഴിഞ്ഞ പിന്നെ ഞാൻ എൻ്റെ എന്നൊരു സ്ഥാനം അവിടെ ഇല്ല. സ്തോത്രം. പിന്നെ മോശ പുറത്താ. പിന്നെ അവിടെ മോശയ്ക്ക് പ്രവേശനമില്ല. പിന്നെ അഹരോൻ തിരഞ്ഞെടുക്കപ്പെട്ട മഹാപുരോഹിതനായിരിക്കുന്ന അഹരോന് മാത്രം, അത് ആണ്ടിലൊരിക്കൽ അല്പസമയത്തേക്ക് മാത്രം പ്രവേശനമുള്ളൂ. അങ്ങനെ ഇരുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ക്രൂശിലെ യാഗം മുതൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് പ്രകാശനം ലഭിച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചിന്തിച്ചിരുന്നു, ഈ അരശേക്കൽ വെള്ളി എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പ് വിലയായ യേശുവിൻ്റെ രക്തത്തിൽ മാത്രം, ആ പ്രായശ്ചിത്തത്തിൽ മാത്രമേ നമ്മുടെ മെറിറ്റുള്ളൂ. നമുക്ക് ഒരു മെറിറ്റും പറയാനില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ രക്ഷയായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമുക്ക് ഒരു മെറിറ്റും പറയാനില്ല. നമ്മൾ ഒരു നന്മയും വസിക്കുന്നില്ല. ലോർഡ്, നിന്റെ പ്രായശ്ചിത്തം ഏക മെറിറ്റ്, അത് സഫീഷ്യൻ്റ് ആണ്. ഡിവൈൻ ജസ്റ്റിസ് നോക്കുന്ന മറ്റൊന്നിലേക്കുമല്ല. നീ എന്തിൽ ആശ്രയിക്കുന്നു? ക്രിസ്തുവിന്റെ പ്രായശ്ചിത്തത്തിലാണോ ആശ്രയിക്കുന്നത്? ഡിവൈൻ ഗവൺമെന്റ് നിന്നെ റൈഷ്യസ്
ക്രിസ്തു എത്രമാത്രം നീതിമാനായിരിക്കും അതേപോലെ തന്നെ നീതിമാനായിട്ടാണ് കണക്കിടുന്നത്. ഇതിലും കൂടി ഭാഗ്യം എന്ത് വേണം? ആ അരശേക്കൽ ബലി, ആ വീണ്ടെടുപ്പ് ബലിയാവുന്ന ക്രിസ്തുവിൻ്റെ രക്തത്തിൽ നിന്നാൽ നമുക്ക് നിബിരെ നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓരോ ഉപദേശങ്ങൾ, ഓരോ കാറ്റുകൾ, ഓരോ പ്രതികൂലങ്ങൾ വരുമ്പോൾ ഇപ്പം നമ്മളിലുള്ളവർ ലൈവായിട്ട് കേൾക്കുന്ന എല്ലാവരും തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നല്ല ശക്തമായ കാറ്റുകൾ അടിക്കപ്പെടുന്നവരാണ്. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസത്തിൽ വരുന്ന സമയത്ത് അത് വീണ്ടും ജനനം പ്രാപിച്ച് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് 3 വിധ ശത്രുക്കളുണ്ടെന്ന് എപ്പോഴും ഓർക്കണം. ഒന്ന്, നമ്മിൽ തന്നെ വസിക്കുന്നതായ ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാത്തതുമായ ഫ്ലഷ്, ജഡം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തായിരുന്നു നമ്മുടെ മനുഷ്യ സ്വഭാവം. ദൈവത്തിൻ്റെ ആത്മാവിനെ കൂടാതെയുള്ള നമ്മുടെ സ്വഭാവത്തെ പറയുന്ന പേരാണ് ഈ ഫ്ലഷ്. അത് വേറെ എവിടെ നിന്ന് വന്നിരിക്കുന്നതല്ല, നമ്മുടെ സ്വഭാവം തന്നെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ ഓവർകം ചെയ്യത്തക്കവിടെ നമ്മളിൽ ഉണ്ടെങ്കിൽ നാം അവനോട് അനുസരണമുള്ളവർ തീർന്നാൽ ഈ ഫ്ലഷൊക്കെ അവിടെ ക്രൂശിക്കപ്പെട്ട് കിടക്കും. അല്ലെങ്കിൽ ഞാൻ എൻ്റെയൊക്കെ പൊങ്ങും, പിന്നെ ദൈവത്തെ അവിടെ വസിക്കാൻ പറ്റില്ല. ഇതെപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ഇതിനെന്താ വേണ്ടത്? ക്രിസ്തുവിൽ ആശ്രയിക്കുക. അരശേക്കൽ, കർത്താവെ എനിക്ക് അരശേക്കലിൽ നിൽക്കണം, നീ എനിക്ക് വേണ്ടി വീണ്ടെടുപ്പ് വിലയായി തീർന്നതിൽ നിൽക്കണം. നമ്മുടെ മക്കളെ, തലമുറകളെ ഏൽപ്പിക്കുക. കർത്താവെ, നീ അവർക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നത് അവരറിയാതെ കൊണ്ട് മറുതലിക്കുകയാണ്, അവരറിയാതെ കൊണ്ട് നിന്നോട് ശത്രുത്വം കുറിക്കുകയാണ്, അവരറിയാതെ കൊണ്ട് വരികയാണ്. ബട്ട് ലോർഡ്, ഞങ്ങൾ ശത്രുക്കളായിരുന്നപ്പോൾ, നമ്മളൊരിക്കൽ ചിന്തിച്ചല്ലോ, നമ്മൾ അന്യൊരു പരദേശികളുമായിരുന്നു, മനസ്സുകൊണ്ട് അകന്നവരായിരുന്നു, എന്നിട്ടും ശത്രുക്കളായിരുന്നു നമ്മളോട് കരുണ കാണിച്ച പ്രദർശനമാണ് ക്രൂശിൽ പ്രദർശിപ്പിച്ചത്. അത് നമുക്ക് മെറിച്ച് പറയാനുള്ളത്. ലോർഡ്, എൻ്റെ മക്കളായതുകൊണ്ടോ? നോ ലോർഡ്, നിന്റെ കൃപ. അരശേഖരിലേക്ക് ഞങ്ങൾ നോക്കുകയാണ്, ആ ക്രൂശിലെ യാഗത്തിലേക്ക് ഞങ്ങൾ നോക്കുകയാണ്. മറ്റൊരു മെറിറ്റും പറയാനില്ല. അതിൻ്റെ വില പോകില്ല കർത്താവേ, അതിൻ്റെ വില മറന്നു പോകില്ല. പ്ലീസ്, നിനക്ക് സാധിക്കും. നീ അവരെ രക്ഷിച്ചാട്ടെ കർത്താവ്, ഞങ്ങളെ നിർത്തിയാട്ടെ. ഞങ്ങളെ അരശേഖരി കാറ്റുകൾ അടിക്കുമ്പോൾ, പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ അടിക്കുമ്പോൾ, ചിലപ്പോൾ നമ്മുടെ തലമുറകളിൽ കൂടി ആയിരിക്കാം ഏതെങ്കിലും വിഷയത്തിൽ പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ അടിക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, ഇന്നിവരെ നിൽക്കുന്ന പലകൾ അരശേക്കൽ വെള്ളിയാകുന്ന വീണ്ടെടുപ്പ് വിലയാകുന്ന ക്രിസ്തുവിലാണ് നിർത്തിയിരിക്കുന്നത്. അതിനെ 5 വിധ ഉപദേശങ്ങളിൽ കൂടെ 5 വിധ തണ്ടുകൾ ചുരത്തിയാണ് ബന്ധിച്ചു വെച്ചിരിക്കുന്നത്. അതിനൊന്നും ഒന്നിനും ഊരാൻ സാധ്യമല്ല. ഉപദേശത്തൊന്നും വേറെ ഏതെങ്കിലും ഉപദേശം വരുമ്പോൾ അതിലേക്കൊന്ന് ഹൃദയം ചാഞ്ഞാൽ ഹവയ്ക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കും. ഫിസിക്കലായിട്ട് ഹവയ്ക്കൊന്നും സംഭവിച്ചില്ല, ഹവയ്ക്ക് കൊമ്പൊന്നും വളച്ചു വന്നില്ല, ഹവ അതേപോലെ തന്നെ ഇരുന്നു ഫിസിക്കലായിട്ട്. പക്ഷെ അകത്തുനിന്ന് ദൈവ തേജസ് പോയി. പക്ഷെ അവളുടെ സ്വഭാവത്തിൽ നിന്നും, ആദാമിന്റെ സ്വഭാവത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു, ഇവർ പ്രവർത്തിക്കുന്നത് ദൈവമല്ല, പാപം. കായിൻ്റെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഓരോരോ ഘട്ടങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ യേശുവിനെ എന്തുകൊണ്ടാണ് ക്രൂശിച്ചത്? പകച്ചിട്ട്. ഇത് തന്നെയാണ് നമുക്ക് ഈ ഭൂമിയിൽ കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളതാണ് വാതിലിനെ കുറിച്ച് കൊണ്ട്. ഈ സമാഗമന കൂടാരം എന്ന് പറയുമ്പോൾ സ്തോത്രം, അതിൻ്റെ പ്രാകാരം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, 100 മുഴം നീളം, 50 മുഴം വീതി. അതിൻ്റെ കിഴക്ക് വശത്ത്, അത് ഈ ചിത്രം അത്ര പെർഫെക്റ്റ് ആയിട്ട് ചിത്രമല്ല, ഇവിടെ ടോപ്പിൽ കാണുന്ന, ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ കാണുന്നതാണ് ഈ വാതിൽ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചല്ലോ, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പഞ്ഞിനൂൽ. ഇങ്ങനെ ഈ 4 വിധ നൂല് കൊണ്ട് കെരൂബുകളുള്ളതായിട്ട്, കെരൂബുകളുടെ ചിത്രം ആലേഖനം ചെയ്തുകൊണ്ട് ചിത്രത്തൈലായിട്ട്, ചിത്രത്തൈൽ എന്ന് പറഞ്ഞാൽ എംബ്രോയിഡറി വർക്കായിട്ട് കെരൂബിനെ കൊത്തിവെക്കണം. സ്തോത്രം. കിഴക്കോട്ടാണ് ഇതിൻ്റെ പ്രവേശന കവാടം കിഴക്കാണ്. ഇതിനെന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? സ്തോത്രം. നമുക്ക് വീണ്ടും ആ ഏദൻ തോട്ടത്തിലേക്ക് ഒന്ന് കടന്നു പോകണം. നിങ്ങൾക്കറിയാവുന്നതാണ് ചാപ്റ്റർ 3 ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. അതായത് ദൈവത്തിൻ്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ടവനായ ആദാം ദൈവ സാന്നിധ്യത്തിൽ വസിപ്പാൻ യോഗ്യനായിരുന്നു. ഇതിൻ്റെ വിവരണങ്ങളൊക്കെ നമ്മൾ മുൻപ് പഠിച്ചതാ. സ്തോത്രം. ദൈവത്തിൻ്റെ സ്വരൂപത്തിൻ്റെ സാദൃശ്യത്തിന് എന്ന് പറഞ്ഞാൽ ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ അവൻ വിശുദ്ധനായിരുന്നു. എന്നാൽ അവന് ഏദൻ തോട്ടത്തിൽ പുറത്താക്കുവാൻ കാരണമായി തീർന്നത് ഡിസ്ഒബീഡിയൻസ്. വിശുദ്ധനായിരുന്ന ആദാമിനെ അവയെയും അശുദ്ധർ എന്ന് എണ്ണി ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പുറത്തുമാക്കി. സ്തോത്രം. കിഴക്ക്
തിരിയുന്ന വാളിന്റെ ജ്വാലയുമായിട്ട് ഒരു കെരൂബിനെ കാവൽ നിർത്തി. അതിന് കാരണം എന്തായിരുന്നു? പാപം അകത്ത് കടന്നു. റോമാലേഖനം 5:12 ഏകമനുഷ്യനാൽ പാപം, പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അപ്പൊ പാപമുള്ള വ്യക്തിക്ക് ദൈവ സാന്നിധ്യം വസിപ്പാൻ സാധ്യമല്ല. ഇന്നും അത് തന്നെയാണ്. ആലയത്തിൽ പോലെ പോകുന്നത് എന്തുകൊണ്ടാ? ആലയത്തേക്ക് വരാൻ സാധിക്കാത്ത എന്തുകൊണ്ടാ? ഈ വാതിലൂടെ കടക്കാൻ പറ്റുന്ന പാപമായിട്ടുള്ള അവരുടെ ആ ക്ലച്ച്, ആ പാപമായിട്ടുള്ള അവരുടെ ബന്ധം വിച്ഛേദിക്കാൻ അവർ തയ്യാറാകുന്നില്ല. സ്തോത്രം. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ മോറൽ ഏജന്റ് ആണ്. അവയാണ് ആദാമിനെ തെരഞ്ഞെടുത്തത്. നിത്യജീവനായിരിക്കുന്ന ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട്, അത് ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷൻ ആയിരുന്നു വൃക്ഷഫലം പറിക്കുന്നതും തിന്നുന്നതും. ഇതാണ് കർത്താവ് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛാൽ തന്നെത്താനെ ത്യജിക്കുക, നാളത്തോട് ക്രൂശ് എടുക്കുക, എന്നിട്ട് എന്നെ അനുഗമിക്കുക. ഈ ഒരു ഉപദേശം പുറപ്പാട് പുസ്തകം തുടങ്ങി താഴോട്ട് എങ്ങനെ മുന്നൂനായിട്ടുമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മളിലുള്ള സെൽഫിനെ നമുക്ക് റിവീൽ ചെയ്ത് കിട്ടാത്തിടത്തോളം, അല്ലെങ്കിൽ ആ സെൽഫിന്റെ മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് എന്നിൽ പ്രവർത്തിക്കുന്നത്? ചിലർ വ്യഭിചാരികളായിരിക്കും, ചിലർ കൊലപാതകമായിരിക്കും, ചിലർ കള്ളം പറയുന്നതായിരിക്കും, ചിലർ സെൻട്രൽ പാസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ തിരുമേനിയായിരിക്കും, ചിലർ പോപ്പായിരിക്കും. അതിന്റെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം ബൈബിളിൽ എഴുതിയിട്ടില്ല. ദൈവത്തോട് ശത്രുത്വമുള്ളതാണ്. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുത്ത ഏതെല്ലാം സ്വഭാവം അത് പുറപ്പെടുവിക്കാൻ സാധിക്കുമോ അത് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല, ഞാൻ നീതിമാനെന്ന് ക്ലെയിം ചെയ്തോ. സ്തോത്രം. അപ്പോൾ ഏദൻ തോട്ടത്തിൽ വിശുദ്ധനായിരുന്ന ആദാമിനെ ഏദൻ തോട്ടത്തിൽ നിന്ന് അശുദ്ധൻ എന്ന് എണ്ണി പുറത്താക്കാനുള്ള കാരണം ഡിസ്ഒബീഡിയൻസ്. ഇതിന് നേരെ തിരിച്ചു വരണമെങ്കിൽ ഒബീഡിയൻസിലേക്ക് തിരിച്ചു വന്നേ പറ്റുള്ളൂ. ഒബീഡിയൻസ് ടു ദ ലോ ഓഫ് ഗാഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ വാതിലിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, ഈ വാതില് 4 താമ്ര തൂണുകളിലാണ് നിർത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ പണിയാനുള്ള ഉപകരണങ്ങളായിരുന്നു വാങ്ങേണ്ടത്, നമ്മളിൽ നിന്ന് തന്നെ വാങ്ങണം. സ്തോത്രം. നീ ആലയത്തിന്റെ വാതിലായി നിൽക്കാത്തക്കോണം ക്രിസ്തുവാണ് വാതില്. നീ ക്രിസ്തുവിനോട് ചേർന്ന് ആത്മാക്കളെ നേടുവാൻ തക്കോട് വാതിലായി നിൽക്കണമെങ്കിൽ നിന്റെ കയ്യിൽ വേണ്ട മിനിമം കാര്യങ്ങളെ പറയുന്നത് താമര തൂണുകൾ. താമരം എന്ന് പറഞ്ഞല്ലോ, ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമായുള്ള കാല്. ഇത് പറഞ്ഞാൽ താമരം ഉണ്ടാക്കുന്നത് പോലെ അതിന് ചുട്ട് പഴിപ്പിച്ച കഷ്ടതയാകുന്ന തീച്ചൂളിൽ കൂടെ കടത്തിവിട്ട് അതിനകത്ത് എന്തൊക്കെല്ലാം ഉണ്ടാവും? അയണിന്റെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകാം, ലെഡിന്റെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകാം, അലുമിനിയത്തിന്റെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകാം, കോപ്പറിന്റെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകാം. ഇതിനെല്ലാം ഡിഫറെന്റ് ടെമ്പറേച്ചറുകളിൽ ചൂടാക്കി, ലെഡ് ആണെങ്കിൽ 120 ഡിഗ്രി സെന്റിഗ്രേഡ് വരുമ്പോൾ ഉരുകും. അയൺ ആണെങ്കിൽ 1250 ഡിഗ്രി സെന്റിഗ്രേഡ് വേണം അയൺ ഉരുകണമെങ്കിൽ. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ചല്ല കാണുന്നത്. ലെഡിനെ കൊണ്ട് 1250 ഡിഗ്രി സെന്റിഗ്രേഡ് അത് പൊടിയായി പോകും. അപ്പോൾ 120 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടാക്കുമ്പോൾ അയൺ ഉരുകാതെ അവിടെ ഇരിക്കും, അലുമിനിയം ഉരുകാതിരിക്കും, കോപ്പർ ഉരുകാതിരിക്കും. അപ്പൊ ലെഡ് മാത്രം ഉരുകും. ആ ലെഡിനെ അങ്ങ് മാറ്റിക്കളഞ്ഞ എന്തായി? അപ്പൊ ചെറിയൊരു നുണ പറയുന്നൊരു സ്വഭാവം, ചെറിയൊരു കള്ളം പറയുന്നൊരു സ്വഭാവം, ഈ ചെറിയ കാര്യങ്ങൾ, ചെറുതായിട്ടുള്ള മോറൽ സിൻസ് ഒക്കെ ഉണ്ടായി, ഇതൊക്കെ ചെറിയ ചൂടിലങ്ങ് പോയി. ഞാനിപ്പോ ക്ലീനാ. നിന്നിൽ നീ വലിയ അയൺ ഇരിക്കുന്നേ ഉള്ളൂ. നീ ബ്രോൺസ് ആകണമെങ്കിൽ, താമ്രമാകണമെങ്കിൽ നിന്നിലുള്ള മറ്റ് ഇമ്പ്യൂരിറ്റീസ് എല്ലാം പോകണം. അപ്പോൾ അടുത്തത് അലുമിനിയമാണ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് എക്സാക്ട് ഓർമ്മയില്ല ഇപ്പോൾ അലുമിനിയത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണെന്ന്. അടുത്തത് 700 ഡിഗ്രി 1000 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അപ്പൊ അടുത്തത് 1000 ഡിഗ്രി ചൂടാക്കത്തക്കവണ്ണമുള്ള കഷ്ടത നിന്നിൽ നിന്ന് വന്നാൽ മാത്രമേ നിന്നിലിരിക്കുന്ന അടുത്തൊരു കിട്ടം സ്വസ്നേഹം, കർത്താവിനേക്കാൾ അധികമായിട്ട് സ്വയത്തെ സ്നേഹിക്കുക, ഭാര്യയെ സ്നേഹിക്കുക, ഭർത്താവിനെ സ്നേഹിക്കുക, മക്കളെ സ്നേഹിക്കുക, അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ സ്നേഹിക്കുക, ധനത്തെ ആശ്രയിക്കുക, ലോകത്തിനെ ആശ്രയിക്കുക, ലോക കാര്യങ്ങൾ സ്നേഹിക്കുക. ഇത് ചൂടാക്കണമെങ്കിൽ ഇത് നിനക്ക് വെറുപ്പാക്കണം. ഇതിനെടുത്ത് കളയത്തക്കവണ്ണം നീ ഫ്രീ മോറൽ ഏജന്റ് ആണ്. നിനക്ക് വെളിപ്പെടുത്തി തരും, എന്നേക്കാൾ അധികം നിനക്ക് ഇന്ന കാര്യങ്ങളോട് സ്നേഹമുണ്ട്, നീ എന്നേക്കാൾ അധികം ഇന്ന കാര്യങ്ങളിലാണ് ആശ്രയിക്കുന്നത്. അതെല്ലാം നിനക്ക് നീ തള്ളിക്കളയാൻ
ഒരുമനപ്പെട്ടാൽ തയ്യാറാകണമെങ്കിൽ കർത്താവ് അത് അംഗീകരിക്കും. അല്ല, നീ പിന്നെയും അതിനെ അള്ളിപ്പിടിക്കുന്നെങ്കിൽ നല്ലവണ്ണം ചൂടാക്കും. നിനക്കത് വേണ്ട, അയ്യോ എനിക്കിനി വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞ് നീ ഉപേക്ഷിക്കുന്നവരെ ചൂട് അങ്ങനെ നിൽക്കും. പരിശുദ്ധാത്മാവാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അത് കർത്താവിൻ്റെ യാഗപീഠത്തെ അങ്ങ് വെച്ചിട്ട്, കർത്താവ് നീയാണ് ഓണർഷിപ്പ്, ഞാൻ എൻ്റെ ഓണർഷിപ്പ് നിനക്ക് എൻ്റെ വൃത്തിയാണ്. ഇത് വാക്കുകൊണ്ട് പറയുന്നതല്ല, ഹൃദയം കൊണ്ട് ആകുന്നോടത്തോളം ആ ചൂട് അങ്ങനെ നിൽക്കും. അടുത്തതാണ് അയണ്. ഈ അയണും പോണം. അപ്പോൾ ചൂട് കുറച്ചുകൂടി കൂട്ടണം. ഇതെല്ലാം കഴിയുമ്പോൾ നല്ല തിളങ്ങുന്ന ബ്രോൺസ് ആയിട്ട് ഇങ്ങോട്ട് വരും. ഹല്ലേലൂയ. പണ്ട് കാലത്ത് നമ്മുടെ അമ്മച്ചിമാരൊക്കെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഈ പാത്രങ്ങൾ കൊടുത്തു വിടായിരുന്നു. ഈ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വരുന്നതിന് മുമ്പ്, അലുമിനിയം പാത്രങ്ങൾ വരുന്നതിന് മുമ്പ് ഓട്ട് പാത്രങ്ങളായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഓട്ട് പാത്രങ്ങളൊക്കെ ദിവസം പ്രതി രാവിലെ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിന് ക്ലാവ് പിടിക്കും. ഈ ക്ലാവ് പിടിക്കുമ്പോൾ ഇതിന് ചാരം ഇട്ടിട്ട് തേച്ച് മിനുക്കി വയ്ക്കും. തേച്ച് മിനുക്കി നല്ല വെയിലത്ത് വയ്ക്കും. പിറ്റേ ദിവസം ആകുമ്പോൾ പിന്നെയും ക്ലാവ് പിടിക്കും. എന്നാലും ഇത് തേച്ച് മിനുക്കി വയ്ക്കും. വലിയൊരു പണിയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതേപോലെ ഈ ബ്രോൺസ് ഇതിനൊരു സ്വഭാവമുണ്ട്. ഇടയ്ക്കിട്ട് ഇതിപ്പോൾ ലോകത്തിലുള്ള ഈ മോയ്സ്ചർ, വൈകിട്ടാകുമ്പോൾ മോയ്സ്ചർ ഉണ്ടാവുമല്ലോ, തണുപ്പടിക്കുമ്പോഴൊക്കെയാണ് ഈ ക്ലാവ് വരുന്നത്. ഇത് ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പാത്രങ്ങളിനകത്ത് എന്തെങ്കിലും മീൻകറിയോ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് സ്പോയിലായി പോകും. പറയുന്നതിന് അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കൽ നിന്നെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം മാറ്റിക്കളഞ്ഞിട്ട് നീ അതിനെ ക്ലീൻ ആക്കി വയ്ക്കാവുന്ന പരിപാടിയാണ് പേഴ്സണലായിട്ടുള്ള ആരാധനകൾ, ദൈവ സാന്നിധ്യത്തിൽ വസിക്കുന്നത്, ദൈവവചന ധ്യാനങ്ങൾ, ആവശ്യമുള്ള സമയത്ത് ഉപവാസങ്ങൾ, പ്രാർത്ഥനകൾ, നിന്റെ പേഴ്സണൽ റിലേഷൻ വിത്ത് ക്രൈസ്റ്റ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരിക്കൽ ഞാൻ ക്ലീനായി, പിന്നെ എനിക്ക് ഈ വിഷയത്തിൽ പാടി അതോ പ്രശ്നം ഞാൻ ക്ലീനാണ്. പണ്ട് ഒരു 10 വർഷത്തിന് മുമ്പത്തെ ഒരു സാക്ഷ്യമുണ്ട്. 10 വർഷത്തെ സാക്ഷ്യമല്ല വേണ്ടത്, ഇപ്പോഴത്തെ സാക്ഷ്യമാണ് വേണ്ടത്. എനിക്ക് ഏകദേശം മീനിങ് മനസ്സിലായിക്കണം. ക്ലാവ് പിടിക്കാൻ അനുവദിക്കരുത്. തീര് കത്തിക്കൊണ്ടേ നിൽക്കണം. ആത്മാവിൻ്റെ തീര് കത്തിക്കൊണ്ടേ നിൽക്കണം. യാഗപീഠത്തിൽ തീ കെടാൻ പാടില്ല. സ്തോത്രം. അടുത്തതാണ് നീലനൂല്, ധൂമ്രനൂല്, ചുവപ്പ് നൂല്, പഞ്ഞിനൂല്. ഇത്രയും ഉപകരണങ്ങൾ ഉണ്ടായാലേ ക്രിസ്തു ആകുന്ന വാതിലിനോട് ചേർത്ത് നിന്നെ വാതിലായിട്ട് പണിയാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിന്നിലുണ്ടെങ്കിൽ പിതാവ് ആകർഷിക്കുന്നത് ആത്മാക്കളെ നിന്റെ അടുത്ത് കൊണ്ടുവരും. നിന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, ക്രിസ്തു വസിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ നീയല്ല സംസാരിക്കുക, അത് നിന്റെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടും. നിന്റെ അടുത്ത് വരുന്നവർ ക്രിസ്തുവിനെ അനുഭവിച്ചറിയും. സ്തോത്രം. അപ്പൊ ഇത് നമ്മളുമായിട്ടുള്ള റിലേഷൻ. ആദ്യമേ കർത്താവിൻ്റെ കാര്യങ്ങൾ പറയണമായിരുന്നു. നിങ്ങൾ പല പ്രാവശ്യം പല ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതാണ്. ഹല്ലേലൂയ. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഞാൻ വാതിലാകുന്നു. വാതിലിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ഒരു ഉപദേശം പഠിച്ചത് കൊണ്ടോ ഇങ്ങനെയാണ് പറഞ്ഞത് കൊണ്ട് ഇതിനെ അംഗീകരിക്കുന്നത് കൊണ്ടോ വിശ്വാസമാകുന്നില്ല. ക്രിസ്തു തന്നെ വാതില്. The person of Christ is the door. ഇതിനകത്ത് കടക്കും. ഇതിനകത്തെന്താ? ഇതിനകത്ത് ജീവനുണ്ട്, പുറമെ എന്താ? മരണം വാഴുകയാണ്. അപ്പോൾ ഏതൻ തോട്ടത്തിൽ നിന്ന് ആദാമിനെ ഹവ്വയെ പുറത്താക്കി അവരിൽ നിന്നാണല്ലോ ഈ ഭൂമിയിൽ സകല മനുഷ്യരും വന്നത്, ക്രിസ്തു ഒഴികെ. അപ്പോൾ പാപത്തോടു കൂടെ ഏതെങ്കിലും ഒരു വ്യക്തി ഈ വാതിൽ കൂടെ അകത്ത് ഏതൻ തോട്ടത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാൽ, കെരൂബിൽ അവിടെ നിർത്തിയിരിക്കുന്നത് എന്താ? തിരിയുന്ന ജാലിയുടെ വാളുമായിട്ട് നിർത്തിയിരിക്കുന്നത്. അവൻ കൊല്ലപ്പെടും. അതിന്റെ സിംബോളിക് മീനിങ്. അപ്പോൾ ഈ ഒരു കാര്യം സ്വമേധയെ തന്നിൽ ഏറ്റെടുത്തുകൊണ്ടാണ് സെക്കറിയ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 7-ാം വാക്യമാണ് തോന്നുന്നു. സെക്കറിയ 13:7 നോക്കട്ടെ. ഞാൻ ലാസ്റ്റ് എഴുതിയിരിക്കുന്നു. വാളെ എൻ്റെ ഇടയന്റെ നേരെയും എൻ്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക. ഗെത്സമന തോട്ടത്തിൽ സംഭവിച്ചു. കൂടുന്നവരൊക്കെ ചിതറിപ്പോയി, ഒറ്റയ്ക്കായി. ഹല്ലേലൂയ. എവിടെ വരെ? കാൽവരി ക്രൂശിൽ കടന്നുകൊണ്ട്
പിതാവേ, എൻ്റെ ആത്മാവിനെ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു പറഞ്ഞ് സ്വമേധയ അവൻ്റെ ജീവനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്ത്. ആരും അവനെ കൊന്നതല്ല, ആർക്കും അവനെ കൊല്ലാനോട് സാധ്യമല്ല. സ്തോത്രം. ഹല്ലേലൂയ. സാധാരണ ഇങ്ങനെ ഇമോഷണൽ പ്രസംഗങ്ങളൊക്കെ അതിനെ പ്രസംഗിക്കും. അങ്ങനെ ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വരുമാറ് മാനവജാതിയുടെ മേൽ വിധിച്ചിരുന്ന മരണശിക്ഷ സ്വമേധയെ തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് ഈ ഡോർ അങ്ങ് ഓപ്പണായി. ക്രിസ്തു എന്ന ഡോർ ഓപ്പണായി. എന്നിട്ട് പറയാണ്, ഓർ ബിലീവ് ഇൻ ഹിം. ആ അറ്റോൺമെന്റിൽ റോമലേഖനം 3:25 നിങ്ങൾക്ക് എപ്പോഴും അറിയുന്നതാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ഇത് മരുഭൂമിയിലാണ് ടാബർനാക്കിൾ ഉള്ളത്. ഈ വാതിലിൽ അവിടെ വേറെ സ്റ്റെപ്പൊന്നുമില്ല, മണലാണ് മുഴുവനും. വാതിൽ ഓപ്പണാണ്. കാൽവരിയിലെ യാഗത്തൂടെ വാതിൽ ഓപ്പണാണ്. പിന്നെ നേരെ കാണുന്നത് എന്താണെന്നറിയാമോ? യാഗപീഠം. ഹല്ലേലൂയ. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യാഗപീഠമാണ് അവിടെ കാണുന്നത്. അതായത് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നു. പാപത്തോടുള്ള ദൈവത്തിന്റെ ക്രോധാഗ്നി മുഴുവനും സ്വമേധയാ കുടിച്ചു തീർത്ത് നമുക്ക് വേണ്ടി രക്ഷ നേടിത്തന്ന ക്രിസ്തുവിനെയാണ് അവിടെ സ്മരിക്കുന്നത്. ഈ വാതിൽ ഫ്രീ ആയിട്ട് ഓപ്പണായി. മനുഷ്യനൊന്നും ചെയ്യാൻ സാധ്യമല്ല അവിടെ. അതുകൊണ്ടാണ് യാതൊരുവിധ പ്രവർത്തികളിൽ കൂടെ നീതീകരണം സാധ്യമല്ല. പിതാവാദേയും പുത്രനാദേയും തമ്മിലൊരു ഉടമ്പടിയാണ് ദ കവനന്റ് ഓഫ് റിഡംഷൻ എന്ന് പറയുന്നത്. പിതാവ് പറയുന്നത്, വീട് പോയ ആദാമിന്റെ സന്തതികളിൽ നിന്ന് ഒരു കൂട്ടത്തെ തെരഞ്ഞെടുത്ത് താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധരാക്കി തന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യണം. ഇതാണ് ക്രിസ്തു ഏറ്റെടുത്തിരിക്കുന്ന ഡ്യൂട്ടി. ഇതാണ് ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം. അനോയിന്റഡ് വൺ, അഭിഷിക്തൻ. അതിനാവശ്യമായുള്ള പ്രായശ്ചിത്തം താൻ നടത്തിയെടുക്കണം. അതറിഞ്ഞിട്ടാണ് പറയുന്നത്, ദൈവമേ നിന്നെ ഇഷ്ടിച്ചുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. അത് പൂർണ്ണമായ രീതിയിൽ, സമ്പൂർണമായ രീതിയിൽ പൂർത്തീകരിച്ചു എന്ന് കാണിക്കുന്നതാണ് റോമാലേഖനം 1:5 പറയുന്നത്. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയെ ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുക. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. അവൻ ഉയർത്തെഴുന്നേറ്റതിനാൽ ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വന്നു. മാനവജാതിയുടെ മേലെല്ലാം ദൈവത്തിന്റെ പാപത്തിന്റെ ശിക്ഷയ്ക്ക് ഇളവ് കൽപ്പിക്കാൻ ദൈവത്തിന് കരുണ കാണിക്കാൻ പറ്റും. അല്ലെങ്കിൽ ദൈവത്തിന് കൃപ കാണിക്കാൻ സാധ്യമല്ല. ദൈവത്തിന് കൃപയുണ്ട്, പക്ഷെ ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരാത്തിടത്തോളം, അതും ഡിവൈൻ ഗവൺമെന്റിന് യാതൊരു വിധത്തിലുള്ള കോറലും വരാതെ വണ്ണം, ഇമ്പ്യൂണിറ്റി കടന്നു വരാതെ വണ്ണം, പൂർണ്ണ സാറ്റിസ്ഫാക്ഷൻ വരത്തക്ക വേണം ഒരു പരമയാഗം നടക്കണം. അതാണ് കാൽവരി ക്രൂശ്. ഇവിടെ യാതൊരുവിധ പ്രയത്നമില്ല. മനുഷ്യർക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല. പിതാവായ ദൈവം പുത്രനായ ദൈവം തമ്മിലൊരു കവനന്റാണ്. കവനന്റ് നിവർത്തിച്ചു എന്ന് പരസ്യമായി കാണത്തക്ക വേണം. അവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് തന്നോട് കൂടെ ഭക്ഷിച്ച് തിന്ന് കുടിച്ച് നടന്നവരായ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ട് 40 നാളോളം വെളിപ്പെട്ടു. അവരിലുണ്ടായിരുന്ന ഈ സകലവിധ അവിശ്വാസങ്ങൾ മാറ്റി ദുരുപദേശം കടന്നു വരുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ, കല്ലറയുടെ മുമ്പിൽ തന്നെ ഞാൻ പറയാറുണ്ടല്ലോ, മത്തായി സുവിശേഷം 22 കല്ലറയെ കാത്തുകൊണ്ട് കാവൽക്കാരും അവിടെ നടന്ന സകല സംഭവങ്ങൾ കണ്ടു. മഹാപുരോഹിതന്മാരടുത്ത് അറിയിച്ചപ്പോൾ പറഞ്ഞെന്താണ്? അവർക്ക് വേണ്ടുവോളം പണം കൊടുത്ത് പറഞ്ഞു, രാത്രി ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവന്റെ ശിഷ്യന്മാർ വന്ന് കട്ടുകൊണ്ടുപോയി. ഒരേ കല്ലറയുടെ മുമ്പിൽ നിന്ന് തന്നെ സത്യസുവിശേഷം മഗ്ദലമാരിയോട് പറഞ്ഞെന്താണ്? മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, പോയി എന്റെ ശിഷ്യന്മാരോട് പറയുക ഗലീലയിൽ വെച്ച് അവരെ കാണുമെന്ന്. ആ സദ്വാർത്തയുമായിട്ട് മഗ്ദലമാരിയെ പുറപ്പെടുമ്പോൾ മറുഭാഗത്ത് തങ്ങൾക്ക് വേണ്ടുവോളം വരുന്നൊക്കെ വാങ്ങിക്കൊണ്ട് സത്യത്തെ മറച്ചു വെച്ച കള്ളം ഒരേ കല്ലറയുടെ മുമ്പിൽ തന്നെയാണ് വെളിപ്പെട്ടത്. ഇപ്പൊ സത്യോപദേശവും ദുരുപദേശവും യേശു ക്രിസ്തുവിന്റെ കല്ലറയുടെ മുമ്പിൽ നിന്ന് തന്നെയാണ് വെളിപ്പെട്ടത്. അറിഞ്ഞവർ തന്നെ, അറിയാത്തവരല്ല. അവർക്കെന്താ? അവരുടെ സെൽഫിന്റെ ഡിസയർ കൈക്കൂലി കിട്ടി, വേണ്ടുവോളം കൊടുത്തു, കൂടെ നിന്ന് കിട്ടി, മരണവും കിട്ടി. ഇത് ഇന്ന് നടക്കുകയാണ്. അത് ഞാൻ തൂക്കുകെട്ടയുടെ കാര്യമൊക്കെ പറഞ്ഞത്. ആരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് എനിക്ക് തൂക്കുകെട്ട മാറ്റേണ്ട കാര്യമില്ല. അല്പം മുറിവുണ്ടാവും, വേദനയുണ്ടാവും, പ്രയാസമുണ്ടാവും, പക്ഷേ കർത്താവ് കൂടെയുണ്ടാവും. ഹല്ലേലൂയ. അപ്പോൾ ഈ വാതിൽ എന്ന് പറയുന്നത് ഇസ് ഓപ്പൺ ടു എവരിവൺ. ഇസ് ഓപ്പൺ ടു എവരിവൺ. അതിൽ കൂടെ നീ കടക്കാൻ
ജസ്റ്റ് ബൈ ദ വിശ്വാസം, ഫെയ്ത്ത്. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി എൻ്റെ മേലുണ്ടാകുന്ന പാപത്തിന്റെ ശിക്ഷ സ്വമേധ ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയുടെ യാഗപ്പെടുത്തി എനിക്ക് പകരമായിട്ട് മരിച്ചു. അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം സ്ഥിരീകരിച്ചു. ഇത് വിശ്വസിക്കുക. ദാറ്റ്സ് ഓൺലി. മറ്റൊന്നും നിനക്ക് ചെയ്യാൻ സാധ്യമല്ല. അത് വിശ്വസിച്ചാൽ ഈ ഡോർ ഓപ്പൺ ഡോർ കൂടെ നീ അകത്ത് കടക്കാണ്, ദൈവസഭയിലേക്ക് കടന്നു വരികയാണ്. അടുത്ത ഉപദേശമാണ് ക്രൂശിന്റെ ഉപദേശം. പലർക്കും അയ്യോ ഇത്രമാരും ഭാരപ്പെട്ടിട്ട് ഞങ്ങൾ എങ്ങനെ വിശ്വാസത്തിലേക്ക് വരും? അതൊക്കെ മൊറാലിറ്റി പഠിപ്പിക്കുന്നവരും ലീഗലിസം പഠിപ്പിക്കുന്നവരൊക്കെ പ്രസംഗിക്കുന്നതാണ്. ഈ വാതിൻ്റെ അവിടെ ഒരു സ്റ്റെപ്പ് എടുത്തുകൊണ്ടായിട്ട് ഒരു കാല് ഉയർത്തി വെക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. പ്ലെയിൻ ക്ലീൻ. മനുഷ്യൻ നമുക്ക് ഒന്നിച്ചിട്ട് ചെയ്യാൻ സാധ്യമല്ല. അത് പിതാവായ ദൈവം പുത്രൻ ദൈവം തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്, ദ കവനന്റ് ഓഫ് റിഡംപ്ഷൻ. അത് നടന്നു. അവനെ മരിച്ചിടരുത് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം ഡിക്ലെയർ ചെയ്തു, whoever believes in him, അവനിൽ ആര് വിശ്വസിക്കുന്നോ അവനെ സൗജന്യമായിട്ട് നീതീകരിച്ചോളാം. പാപം ക്ഷമിച്ച് കിട്ടിയതായിട്ടല്ല, തന്റെ പുത്രൻ ഒരു കാലത്ത് പാപം ചെയ്യാതിരുന്ന പോലെ അവനെ പാപം ചെയ്യാത്തവരായിട്ട് കണക്കിടും. അടുത്തതാണ് കാണുന്നത് ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിന്റെ യാഗപീഠം. അവനോട് ചേരുവാൻ നിനക്ക് താല്പര്യമുണ്ടോ? നിനക്ക് വേണ്ടി പാപയാഗമായി തീർന്ന അവരോട് ചേരുവാൻ നിനക്ക് താല്പര്യമുണ്ടോ? അതിനാണ് ഞങ്ങൾ ഈ ക്രൂശിന്റെ വചനങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുന്നത്. ക്രൂശിൽ നടന്നത് എന്താണ് ഗെത്സമന തോട്ടത്തിൽ നടന്നത്? ഇതെല്ലാം പ്രവചനങ്ങൾ തിരുവഴുത്തിൽ ആരംഭിക്കൊണ്ട് ഇതായിരുന്നു അപ്പസ്തലന്മാർ പ്രസംഗിച്ചത്. അവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിലുള്ളത് പോലെ ബൈബിളില്ലായിരുന്നു. തിരുവഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന ആ മശീഹ തന്നെയാണ്, ആ ക്രിസ്തു തന്നെയാണ് ഈ തച്ചനായ യേശു എന്നവർ പ്രസംഗിച്ചു, തെളിയിച്ചു കൊടുത്തു. വിശ്വസിച്ചവർക്കൊക്കെയും സൗജന്യമായി നീതീകരണം ലഭിച്ചു. ഇങ്ങനെ നിനക്ക് പകരമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവരോട് ചേരുവാൻ നിനക്ക് തയ്യാറുണ്ടോ? നിനക്ക് സ്നേഹമുണ്ടോ? നിന്റെ ഹൃദയം കൊടുക്കുവാൻ നീ തയ്യാറാണോ? ഇതാണ് ഈ ക്രൂശിന്റെ വചനം. അതാ പറഞ്ഞ് എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുത്തേക്ക് വരുവാൻ സാധ്യമല്ല. നിന്നെ ആകർഷിക്കുന്നത് ഈ ക്രൂശിന്റെ സ്നേഹത്തിലേക്കാണ്. അവനോട് ചേരുവാൻ നിനക്ക് താല്പര്യമുണ്ടോ? അവനുമായിട്ട് ബ്ലെൻഡായിട്ട് ഒന്നായി ചേരുവാൻ നിനക്ക് താല്പര്യമുണ്ടോ? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാതെ വേണം ഒന്നാക്കി ചേരുവാൻ നിനക്ക് താല്പര്യമുണ്ടോ? ക്രിസ്തുവിനോട് ചേരുവാൻ അവനുമായിട്ട് ഏകാത്മാവാണ്. അവിടെ നിർബന്ധത്താലല്ല. അത് നമ്മൾ പഠിച്ച ആദ്യത്തെ വചനം, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. നല്ല മനസ്സോടെ എനിക്ക് വേണ്ടി പാപയാഗമായി തീർന്ന് എൻ്റെ മേലുള്ള പേഴ്സണൽ ശിക്ഷ മാറ്റി ബന്ധക്കോണം എനിക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. ഈ സകലചരാചരത്തിന്റെ സൃഷ്ടിതാവായിരുന്ന ദൈവം എനിക്ക് പകരമായിട്ട് മനുഷ്യനായിട്ട് അവതരിച്ചു. എന്നെ പോലെ പ്രാണനും ആത്മാവ് ശരീരമുള്ളവരായിട്ട് അവതരിച്ചു. എൻ്റെ പ്രാണനിൽ വാഴുന്ന പാപം എൻ്റെ മരിച്ചത് മനസ്സാക്ഷി ഉണർത്തുവാൻ തക്കോണം അവൻ എന്നിൽ ഉയർത്തെഴുന്നേൽക്കാൻ ആഗ്രഹിക്കുകയാണ്. പാപിയായ മനുഷ്യ, നിന്റെ പ്രാണനിൽ ഉയർത്തെഴുന്നേറ്റ് നിന്റെ ആത്മാവിൽ ഉയർത്തെഴുന്നേറ്റ് നിന്നെ നിത്യം ജീവിക്കുന്നവനാക്കി തീർക്കാനാണ് അവൻ ചോദിക്കുന്നത്. അവനോട് ചേരുവാൻ നിനക്ക് താല്പര്യമുണ്ടോ? അങ്ങനെ ഒരു ഹൃദയമുണ്ടെങ്കിൽ, ചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ അടുത്ത കാര്യമാണ് താമ്രത്തൊട്ടി. വിശ്വാസ സ്നാനത്തെ, ക്രിസ്തുവിനോട് ചേരുവാനുള്ള നിന്റെ താല്പര്യത്തെ പ്രകടിപ്പിക്കുന്ന, സിഗ്നിഫൈ ചെയ്യുന്ന കാര്യമാണ് അവിടെ. ക്രിസ്തു എന്ന വാതിൽ കൂടെ ഞാൻ രക്ഷ പ്രാപിച്ചു. അവൻ എനിക്ക് വേണ്ടി പാപയാഗമായി തീർന്നു. അവനെ വിശ്വസിക്കും മുഖാന്തരം ദൈവനീതി എൻ്റെ മേൽ വിധിച്ചെന്ന ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടി. ഐ എം ഫ്രീ നൗ. ഞാൻ സ്വമനസാല്, യാതൊരു നിർബന്ധത്താല, ഞാൻ സ്വമനസാല് ക്രിസ്തു എന്നീ വാഴുവാൻ തക്കോട് ഞാൻ എന്നെ തന്നെ കൊടുക്കുകയാണ്. അത് ഞാനിത് വെള്ളത്തില് സിഗ്നിഫൈ ചെയ്യാണ്. ദൈവവും മനുഷ്യരും എന്നെ ഇതുവരെ വാണിരുന്ന സേറ്റാനും കാണത്തക്ക വേണം ഞാൻ പരസ്യമായിട്ട് ഇത് എന്ന് പറയുന്നതിന് സാക്ഷീകരിക്കുകയാണ്. ഇതാ വിശ്വാസ സ്നാനം. ഇത് കഴിയുമ്പോഴാണ് അകത്തോട്ടുള്ള പ്രവേശനം. അവിടെയാണ് ദൈവം വസിക്കുന്ന ഇടം. അവിടുത്തെ മനോഹാരിത പുറമെ ആർക്കും കാണാൻ സാധ്യമല്ല. നമ്മൾ അവിടെ 4 കർട്ടനുകൾ കണ്ടല്ലോ. ലിനൻ കൊണ്ടുണ്ടാക്കിയ ഒരു കർട്ടൻ, സ്തോത്രം. പിന്നെ കോലാട്ട് രോമം കൊണ്ട്, അടുത്തത് നമ്മൾ വെച്ച ചുവപ്പിച്ച ആട്ടുകൊട്ടുന്തോല്, പിന്നെ ബാഡ്ജർ സ്കിന്ന്. ഇങ്ങനെ 4 മൂടി വിരിയിട്ട് കൊണ്ടാണ് ഈ സമാഗമന കൂടാരം കവർ ചെയ്തിരിക്കുന്നത്. പുറത്ത് മുഴുവൻ പൊടിക്കാറ്റ, ചൂട് അതുകൊണ്ട്. പക്ഷെ ഇതിനകത്ത് വേറൊരു വെളിച്ചം കിടക്കില്ല. ഇതിനകത്തുള്ള വെളിച്ചം മനോരയുടെ വെളിച്ചമാണ്. ചുറ്റുപാടും 3 കവർ ചെയ്തിരിക്കുന്നതാണ്. എങ്ങനെയാണ്?
സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ, പൊന്ന് പൊതിഞ്ഞ് അരശേക്കൽ വെള്ളിയാവുന്ന വീണ്ടെടുപ്പ് വിലയുടെ ക്രിസ്തുവിന്റെ രക്തമാകുന്ന സ്തോത്ര വീണ്ടെടുപ്പ് വില, അതിമേ നിവരെ നിൽക്കുന്ന 5 വിധ തണ്ടുകൾ കൊണ്ട് നിവരെ നിർത്തിയിരിക്കുന്ന കതിരമരത്തിന്റെ പലകൾ പൊന്നു പൊതിഞ്ഞത്. ആ മനോരയുടെ വെളിച്ചത്തില് ഇത് കടന്ന് മിന്നുക ചെയ്യുക. ഇതാ വിശ്വാസി, ഇതാണ് വിശ്വാസി. എന്നിട്ടുള്ള വിശ്വാസി ടിപ്പിങ്കാരൻ്റെ നോട്ടീസ് ഞാൻ വായിച്ചല്ലോ, പ്രശ്ന പരിഹാരത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ വരെ. എന്താ പറയുക, അരശേക്കൽ വെള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി വഴിയെ പോന്ന കത്തോലിക്കനും വഴിയെ പോന്ന കുഷ്ഠരോഗികൾ കാർക്കിച്ച തുപ്പ. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് അയ്യോ പൊന്ന മങ്ങിപ്പോയി. കാരണം എന്താ? പൊന്ന് അരശേക്കൽ വെള്ളിയിലല്ല, പൊന്ന് അരശേക്കൽ വെള്ളിയിലല്ല നിൽക്കുന്നത്. എന്താണ്? ദീപം കെട്ടുപോയി, മനോര കെട്ടുപോയി. പിന്നെ എവിടുത്തെ വിളങ്ങുന്നേ, എവിടുത്തെ തിളങ്ങുന്നേ? നീ വാ, പ്രശ്നപരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാന്ന്. സായിബാബയും പ്രശ്നപരിഹാരത്തിനാണ് ചെയ്യുന്നത്, പുട്ടപരുത്തി ചാത്തസേബിയും പ്രശ്നപരിഹാരത്തിനാണ് ചെല്ലുന്നത്, അമ്പലങ്ങളിൽ പരിസരപരിഹാരത്തിനാണ് ചെയ്യുന്നത്. TPM-കാരാ. എടാ വിശ്വാസി, നീ പ്രശ്നപരിഹാരം നടത്താനാണോ? നിന്റെ കർത്താവ് സോഷ്യൽ വെൽഫെയർ സെന്റർ ആണോ? നാണം കെട്ടവര് വീണുപോയി. അയ്യോ പൊന്ന മങ്ങിപ്പോയി. വിശുദ്ധ സന്തതി വീതികളിലൊക്കെ തെരുവളി കിടക്കുക. വഴിയെ പോകുന്ന കത്തോലിക്ക, വഴിയെ പോകുന്ന ഓർത്തഡോക്സ് തിരുമേനി, അവരെ ഇവരൊക്കെ കാർക്കിച്ചു തുപ്പ. കുഷ്ഠരോഗികൾ കാർക്കിച്ചു തുപ്പ, എയ്ഡ്സ് രോഗികൾ കാർക്കിച്ചു തുപ്പ, മാരക രോഗമുള്ള ക്യാൻസർ രോഗികൾ കാർക്കിച്ചു തുപ്പ. എന്നിട്ടും കൈയടിച്ച് അല്ലേലിയ പറയാ. നീ ഒന്ന് അരശേക്ക് വെള്ളിമെന്നൊന്ന് നോക്ക്. ഇതിലേക്കാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ വാതിലൂടെ കടന്നു. യാഗപീഠത്തിൽ സംഭവിച്ച എന്താണ്, ക്രൂശിൽ നിന്ന് യാഗപീഠത്തിൽ സംഭവിച്ച എന്താണെന്ന് മനസ്സിലാക്കി നല്ല മനസ്സോടെ, നമ്മളിത് വചനം കടപ്പടെ പഠിച്ചതിനാണ്, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. ഈ ക്രൂശിൽ നടന്ന സംഭവം നിനക്ക് ശരിക്കും നിന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാ വെളിപ്പെടുത്തിയാൽ, പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് വെളിപ്പെടുത്തിയാൽ, അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് നിനക്ക് മനസ്സിലായാൽ, അതിൻ്റെ പൂർണ്ണ പരിഹാരം വരുത്തുവാൻ തക്ക വേണം. പ്രശ്നപരിഹാരം അവിടെ കിടക്കുന്നേ, പ്രാർത്ഥിച്ചാലല്ല നടക്കുന്നേ. ഇതൊക്കെ വന്ന എവിടെ നിന്ന് അറിയാമോ? എന്നാൽ നാളെ ഒരു ക്ലാസ് ഉണ്ട്, അത് ഞാൻ വ്യക്തമായി തിരികരിക്കാം. ഹല്ലേലൂയ. ഈ ചുറ്റുപാടുള്ള ജാതികളും മതങ്ങളൊക്കെ ഓരോരോ ഉപദേശങ്ങളെ പിടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ അവരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ, ഈ ഒരു പഴഞ്ചനുണ്ടല്ലോ, ആട് കിടന്നിടത്ത് പൂടി ഉണ്ടാകാതിരിക്കില്ലെന്ന്. ആട് എവിടെ കിടന്നാലും അതിൻ്റെ രോമം അവിടെ കഴിഞ്ഞ് കിടക്കും. പൂച്ച തന്നെ എവിടെ കിടന്നാൽ അവിടെയൊക്കെ രോമം കഴിഞ്ഞ് കിടക്കും. ഇതുപോലെ ഈ ജാതികളുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ അവരുടെ ഉപദേശത്തിൻ്റെ ചെറിയ ചെറിയ കാറ്റൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വരും. സ്ലോവില് ഈ കത്തോലിക്ക അല്ലെങ്കിൽ ഈ ക്രിസ്തീയ ഗോളത്തിൽ എവിടുന്ന് ഈ മന്ത്രകോടി വന്ന്? അമേരിക്കൻസ് മന്ത്രകോടി കൊടുക്കുന്നുണ്ടോ? വെസ്റ്റേൺസ് ആരെങ്കിലും മന്ത്രകോടി കൊടുക്കുന്നു? ഈ കേരളത്തിൽ എവിടുന്നാ ഈ മന്ത്രകോടി വന്ന്? നമുക്കിതൊക്കെ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അറിയാം. പോട്ടെ, നമ്മുടെ സബ്ജക്റ്റ് അതല്ല. അപ്പോൾ നമ്മൾ ചിന്തിച്ചു വന്നത് ഈ വാതിലിൻ്റെ ഗുണം. ഈ വാതിൽ കടന്നു കഴിഞ്ഞാൽ സ്തോത്രം, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം. അവിടെ പുരോഹിതന്മാർക്ക് കടക്കാൻ പറ്റുള്ളൂ. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അതും കടന്ന് തിരശ്ശീല കീറിയിരിക്കുക അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് 24/7 ആണ്. ഏത് സമയത്ത് കടന്നല്ല. എങ്ങനെ? ക്രിസ്തുവിനെ ധരിച്ചിട്ട്. ക്രിസ്തുവിനെ കൂടാതെ ഒറ്റൊരുത്തിനും അവിടെ കടക്കാൻ സാധ്യമല്ല. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഒരു പെഗടിച്ചിട്ട് എന്നിട്ട് നാവൊക്കെ കഴിച്ചിട്ട് സദ്യ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നാൽ കിട്ടുന്നത് എന്താണെന്നറിയാം? മരണം. ക്രിസ്തുവിനെ കൂടാതെ ദൈവത്തിൻ്റെ അടുത്തേക്ക് സമീപിക്കാനും അവൻ്റെ ക്രോധം മുഴുവൻ അത് വെച്ചൊരിയുള്ളൂ. അതാണ് വിശ്വാസി. നിനക്ക് ക്രിസ്തുവിൽ വസിക്കേണ്ട ആവശ്യകത, അരശേക്കൽ വെള്ളിയിൽ നിൽക്കേണ്ട ആവശ്യകത. ഇത്രയൊക്കെ പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് അറിയാമോ? നമ്മൾ പഠിക്കുന്ന പാഠം എന്താ? ക്രിസ്തുവും അവൻ്റെ ശരീരം വന്ന സഭയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന്. ഇതൊന്ന് ശരിക്ക് ഷാർപ്പൻ ചെയ്യാനാണ് ഞാൻ ഈ സമാപന കൂടാരവുമായിട്ട് ഈ ക്ലാസ്സിലേക്ക് കുറച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടിക്കാണുന്നിരിക്കുക. എത്ര വിശുദ്ധ ജീവിതം നയിക്കേണ്ടിയിരിക്കുന്നു, എത്രമാത്രം ക്രിസ്തുവിൽ ആശ്രയിച്ച് ഈ അരശേക്കലിൽ നിൽക്കാൻ. നമ്മുടെ ചുറ്റും നല്ല പൊടിക്കാറ്റുണ്ടാവും, സമ്മർദ്ദങ്ങളുണ്ടാകാം, നമ്മുടെ ചുറ്റുപാട് പലരും പലത് വീട് കാണും. പക്ഷെ നിന്നെ വിളിച്ചത് അവരെ കണ്ടിട്ടല്ല, ഒറ്റയ്ക്കാ. ഇത് നല്ല സാക്ഷ്യം ഉണ്ടാകണം. എന്നെ വിളിച്ചവർ വിശ്വസ്തൻ, അവൻ എൻ്റെ ഉപനദി അവസാനത്തോളം കാക്കും. ദൈവമേ കർത്താവ്, ഈ ഒരു വചനത്തെ നിങ്ങൾ ഉറപ്പിക്കട്ടെ. എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ, അവൻ എൻ്റെ ഉപനദി അവസാനത്തോളം കാക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ, ഈ ശബ്ദം നിന്റെ ജനത്തിൻ്റെ കാതുകളിൽ മുഴങ്ങിയതുപോലെ അവിടെ ഹൃദയങ്ങളിൽ മുഴുങ്ങട്ടെ കർത്താവേ. അവർക്ക് വേണ്ടി പാപയാഗമായി തീർന്ന് ഉയർത്തെന്നിട്ട് നിന്നോട് ചേരുവാൻ നീ ഒരു കിടം കൊടുത്തല്ലോ. ഇനി കർത്താവ് ശബ്ദം കേൾക്കുന്നവർക്ക് അവിടെ ഹൃദയത്തിൽ നീ പ്രവർത്തിക്കുമാറാലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ കൊടുത്ത വലിയ വിലയെ കർത്താവേ, ഒരേ ഒരു മറിയിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങളുടെ തലമുറകൾ ഇത് അംഗീകരിക്കാതെ അറിയാതെ അറിഞ്ഞിട്ടും മറുതലിച്ച് നിൽക്കുന്നവരുണ്ട് കർത്താവ്. അവരോട് നീ കൃപ കാണിക്കുക. നീ കൊടുത്ത വിലയുടെ മഹത്വത്തിനടുത്തുള്ള കൃപ കാണിക്കുക കർത്താവ്. ഇസ്രായേലിൽ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം.